രാമേശ്വരത്തെ തിരക്കുകളിൽ നിന്ന് മാറി കടൽ അല്പം ശാന്തമായി ഒഴുകുന്ന ഒരിടമുണ്ട്. പാമ്പൻ ബീച്ച്. ടൂറിസ്റ്റ് മാപ്പുകളിലെ വെറും ഒരു പോയിന്റ് എന്നതിലുപരി കടലിൻ്റെയും മനുഷ്യൻ്റെയും അതിജീവനത്തിൻ്റെ അടയാളങ്ങൾ ഇവിടെ കാണാം. നമ്മുടെ മുന്നിൽ നീണ്ടു നിൽക്കുന്ന ഈ പാലം വെറും ഒരു റെയിൽവേ ട്രാക്കല്ല. 100 വർഷത്തിലേറെയായി ഉപ്പുകാറ്റിനെയും തിരമാലകളെയും പ്രതിരോധിച്ചു നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ്. കടലിന് നടുവിലൂടെയുള്ള ആ പാത മുറിച്ചു കടക്കുന്ന ഓരോ ട്രെയിനും പാമ്പന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ്. ഈ ബീച്ചിന്റെ മണൽപ്പരപ്പിൽ ഇരുന്നാൽ കാണുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ വേണ്ടി പാലം രണ്ടായി പിളരുന്ന ആ നിമിഷം. എഞ്ചിനീയറിംഗ് മികവിനേക്കാൾ വലിയൊരു നിശബ്ദത അവിടെ അനുഭവപ്പെടാറുണ്ട്. വലിയ ശബ്ദങ്ങളില്ലാതെ തിരമാലകളുടെ ചെറിയ ഇരമ്പലുകൾ മാത്രം കേട്ട് ഇവിടെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. കടലിലേക്ക് കണ്ണോടിച്ചാൽ കാണുന്ന നിറപ്പകിട്ടുള്ള വള്ളങ്ങൾ ഇവിടുത്തെ ജീവിതങ്ങളാണ്. പാമ്പനിലെ മനുഷ്യർക്ക് കടൽ വെറുമൊരു കാഴ്ചയല്ല, അത് അവരുടെ അന്നമാണ്. വലകൾ നന്നാക്കുന്ന മത്സ്യത്തൊഴിലാളികളും ദൂരെ കടലിൽ തിരമാലകളെ മുറിച്ചു നീങ്ങുന്ന ചെറിയ ബോട്ടുകളും ഈ തീരത്തിന് ഒരു പ്രത്യേക താളം നൽകുന്നുണ്ട്. കടൽ വെള്ളത്തിന് ഇവിടെ പച്ചയും നീലയും കലർന്ന ഒരു തെളിമയാണ്. ആഴം കുറവായതുകൊണ്ട് തന്നെ തീരത്തോട് ചേർന്ന് കടലിൻ്റെ തണുപ്പ് ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഈ ഇടം പ്രിയപ്പെട്ടതാകുന്നു. വെയിൽ താഴ്ന്നു തുടങ്ങുമ്പോൾ പാമ്പൻ മറ്റൊരു രൂപത്തിലേക്ക് മാറും. പാലത്തിന് മുകളിലെ വിളക്കുകൾ ഓരോന്നായി തെളിയുന്നതും ഇരുട്ടിലേക്ക് മറയുന്ന കടലിൻ്റെ വന്യതയും അനുഭവിക്കേണ്ടത് തന്നെയാണ്. ക്ലീഷയായ സൂര്യാസ്തമയ വർണ്ണനകൾക്കപ്പുറം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു നിശബ്ദമായ ബന്ധം ഈ തീരത്ത് നമുക്ക് അനുഭവപ്പെടും. രാമേശ്വരം യാത്രയിൽ ആത്മീയതയ്ക്കും തിരക്കുകൾക്കുമിടയിൽ മനസ്സിന് അല്പം സ്വസ്ഥത നൽകുന്ന ഒരിടം വേണമെന്നുണ്ടെങ്കിൽ അത് ഈ പാമ്പൻ തീരം തന്നെയാണ്. ചരിത്രപരമായ ഗാംഭീര്യവും ശാന്തമായ പ്രകൃതിയും ഒരേ ഫ്രെയിമിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാമേശ്വരത്ത് ഇതിലും മികച്ചൊരു ലൊക്കേഷനില്ല. അതുകൊണ്ട് തന്നെ ഒരു സഞ്ചാരി എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒരിടമാണ് പാമ്പൻ.